കേരളത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന കുസാറ്റിലേക്കുള്ള വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ജോബി സാർ, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അറിയാൻ താല്പര്യമുള്ളത്, ഒരുപക്ഷെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് കുസാറ്റ് കാറ്റ് എക്സാം തന്നെയാണ്. സാർ, എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷത്തേതുമായി വിലയിരുത്തുമ്പം ഈ അക്കാഡമിക് ഇയറിൽ 2026-2027 അക്കാഡമിക് വർഷത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ സാറ് സൂചിപ്പിച്ച പോലെ കേരളത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് KIRF വെച്ച് നമുക്ക് ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി കുസാറ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ NIRF നോക്കിയാൽ യൂണിവേഴ്സിറ്റികളിൽ 32ാം സ്ഥാനം ഓൾ ഇന്ത്യ കാറ്റഗറിയിലുണ്ട്. അതുപോലെ നമ്മൾ നാക്കിൻ്റെ അക്രഡിറ്റേഷൻ നോക്കിയാൽ ഇപ്പോൾ A+ ഉണ്ട്, A+ലാണ് നിൽക്കുന്നത്. പിന്നെ QS റാങ്കിങ്ങിൽ ആദ്യത്തെ 1000 വേൾഡ് റാങ്കിങ്ങിൽ 1000-നകത്ത് ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കുസാറ്റിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കുറച്ചധികം വ്യത്യാസങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് പരീക്ഷാ സ്ട്രക്ചറിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. നമുക്കിപ്പം എൻജിനീയറിങ്ങും അതുപോലെ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകൾക്കും വേണ്ടി കുട്ടികൾ എഴുതേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കോമ്പിനേഷൻ വരുന്ന 101 എന്ന് പറയുന്ന ആ ഒരു ടെസ്റ്റ് കോഡാണ് വരുന്നത്. അപ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സാണ് വരുന്നത്. കഴിഞ്ഞ വർഷം മാത്സിന് 90 ക്വസ്റ്റിനും ഫിസിക്സ് 75, കെമിസ്ട്രി 60, അങ്ങനെ 225 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത്തവണ ക്വസ്റ്റിൻ്റെ എണ്ണം സെയിം ആണ്. പക്ഷേ കഴിഞ്ഞ വർഷം മാത്സ് ഈ 90 ക്വസ്റ്റ്യൻ ചെയ്യാൻ 1.25 മണിക്കൂറും, ഫിസിക്സിൻ്റെ 75 ക്വസ്റ്റിന് 1 മണിക്കൂറും, കെമിസ്ട്രിയുടെ 60 ക്വസ്റ്റിന് 3/4 മണിക്കൂറുമാണ് കൊടുത്തിരുന്നത്. ഇത്തവണ അങ്ങനെ ഈ ഓരോ സബ്ജക്റ്റ് തിരിച്ച് ടൈം കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ 3 മണിക്കൂർ സമയം, ആകെ ഉള്ളത് 3 മണിക്കൂർ സമയമാണ്. ഈ 3 മണിക്കൂർ സമയം കൊണ്ട് ഈ 225 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതിയാകും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. തന്നെയുമല്ല, കഴിഞ്ഞ വർഷമൊക്കെ +3 -1 ആയിരുന്നു. ആയിരുന്നു. ഇത്തവണ വന്നപ്പോൾ അത് 4 മാർക്കാണ്. കറക്റ്റ് 4, റോങ് -. അതെ, ആ ഒരു പാറ്റേണിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ റാങ്ക് ലിസ്റ്റിൽ പെടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്തിരിക്കണം കമ്പൽസറി ആയിട്ട്. പിന്നെ നോർമലൈസ്ഡ് സ്കോർ 10 ഉണ്ടെങ്കിൽ, അത് ഓരോന്നിനും ഓരോ സബ്ജക്റ്റിനും 10 വേണ്ട, ടോട്ടൽ 10 ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരീക്ഷ സ്ട്രക്ചറിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാവുന്ന ചില പുതിയ കോഴ്സുകൾ നമുക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ BTech ഏരിയയിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ AI ആൻഡ് ഡാറ്റ സയൻസ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. കുസാറ്റിനെ സംബന്ധിച്ച് നല്ലതുമാണ്. കാരണം കുസാറ്റിലെ ഏറ്റവും ഡിമാൻഡിങ് ബ്രാഞ്ചുകൾ CS-ഉം IT-യുമാണ്. ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് നടക്കുന്നു ഈ 2 ബ്രാഞ്ചുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ബ്രാഞ്ചായിട്ട് തന്നെ നമുക്കതിനെ സ്വാഗതം ചെയ്യാം. നല്ലൊരു ബ്രാഞ്ചാണ്. ഇപ്പോൾ BTechന് ആ ഒരു ബ്രാഞ്ച് ശ്രദ്ധിക്കാവുന്നതാണ്. ഒരുപക്ഷെ 3ാമത്തെ കാറ്റഗറിയിലേക്ക് ആ ഒരു ബ്രാഞ്ച് വരാൻ തീർച്ചയായിട്ടും ഉണ്ടാകും. അതൊരു പ്രത്യേകതയായിട്ട് പറയാം. പിന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ അല്ലെങ്കിൽ AI ആൻഡ് ഡാറ്റ സയൻസ് നേരത്തെ മുതലുള്ളതാണ്. പിന്നെ ആ കൂടെ ഇത്തവണ നമുക്ക് പറയാവുന്നത് ഒരു MSc പ്രോഗ്രാമും ഒരു MA പ്രോഗ്രാമും. MA ഹിന്ദിയാണ്. ഹിന്ദി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിന്ദി നമ്മൾ കുറച്ച് കാണണ്ട. നമുക്കറിയാം, സെൻട്രൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾക്കൊക്കെ ഹിന്ദി ആവശ്യമുണ്ട്. അപ്പോൾ അധ്യാപന മേഖലയിലും ഹിന്ദി പഠിച്ചവരുടെ വലിയൊരു ആവശ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് 5 ഇയർ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ 150 ക്വസ്റ്റ്യൻ ഹിന്ദി. +2 ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചവർക്കേ പറ്റുള്ളൂ. കാരണം ഹിന്ദി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2 മണിക്കൂറിൻ്റെ പരീക്ഷ വരും. ഇനി ആ സമയം MSc ഇക്കണോമെട്രിക്സ് ആൻഡ് ഡാറ്റ സയൻസ് പുതിയൊരു പ്രോഗ്രാം. അത് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. അതുകൊണ്ട് അത് കുട്ടികളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. +2 ഏത് സ്ട്രീമും പഠിച്ചവർക്കും ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്കണോമിക്സ് വേണമെന്ന് നിർബന്ധമില്ല. സയൻസ് പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. മാത്സ് വേണമെന്ന്, പലയിടത്തും ഇക്കണോമിക്സ് പഠിക്കണമെങ്കിൽ മാത്സിന് ആവശ്യമാണ്. മാത്സ് വേണമെന്നില്ല. ഈവൻ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിത്തൗട്ട് മാത്സ് പഠിച്ചവർക്കും ആർക്ക് വേണേലും അപ്ലൈ ചെയ്യാം. +2 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് പക്ഷേ ക്വസ്റ്റ്യൻ 2 മണിക്കൂറാണ്. അതിനകത്തെ അത് ആ ഒരു 105 ആണെന്നതിൻ്റെ കോഡ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത് 60 ക്വസ്റ്റ്യൻ ഇക്കണോമിക്സ് ഉണ്ടാവും 150. അതായത് എക്കണോമിക്സ് നല്ലതാണ്. പഠിച്ചിരുന്നു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ നല്ലതാണ്. 60 ക്വസ്റ്റ്യൻ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അപ്പോൾ മാത്സ് പഠിച്ചവർക്ക് ഒരു വെയിറ്റേജ് അവിടെ കിട്ടുന്നുള്ളതാണ്. പിന്നെ ഒരു 30 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് വരും. അങ്ങനെ 150 ക്വസ്റ്റ്യൻസ് 2 മണിക്കൂറിൻ്റെ ഒരു പരീക്ഷയായിരിക്കും. അപ്പോൾ ഇതും ഹിന്ദിയുമാണ് പുതുതായിട്ട് വന്നത്. പിന്നെ
BVOC കോഴ്സ് നേരത്തെ ഉണ്ടായിരുന്നത് 3 ഇയർ ആയിരുന്നു. ഓക്കെ. അതിപ്പം 4 ഇയർ BVOC ഡാറ്റാ സയൻസ് അനലറ്റിക്സിൻ്റെ 4 ഇയർ BVOC കോഴ്സ് അതുകൂടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പുതുതായിട്ട് വന്ന മാറ്റങ്ങൾ. അതിനകത്ത് ബിടെക്കിൻ്റെ പ്രോഗ്രാം, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് എക്കണോമെട്രിക്സ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇതൊക്കെ ശ്രദ്ധിക്കാവുന്ന പ്രോഗ്രാംസ് തന്നെയാണ്. സാർ, ഇപ്പം ഒരുപക്ഷെ ഒരു കുസാറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ബിടെക് പ്രോഗ്രാമുകൾക്ക് തന്നെയാണ്. അതും ചില യുണീക്ക് ആയിട്ടുള്ള കോഴ്സുകൾക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിലേക്ക് വരുന്നതിന് മുൻപായിട്ട് അതിന് ചേരണോ വേണ്ടയോ എന്നുള്ളതല്ലേ ഞാനിപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. സാർ, എന്തൊക്കെയാണ് അവിടുത്തെ യുണീക്ക് കോഴ്സസ് ആയിട്ട് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത്? നമുക്ക് 3 കോഴ്സസ് യുണീക്ക് എന്ന് പറയാം. അതിനുശേഷം അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ CS, IT, മറ്റ് സർക്യൂട്ട് പ്രോഗ്രാംസ്, ECE ഉണ്ട്, ട്രിപ്പിൾ ഇ, ഇതൊക്കെ ആണ് അവിടെ ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ്മെന്റ്. അല്ലെങ്കിൽ കുസാറ്റിലേക്ക് ഒരു കുട്ടി പഠിക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് മെയിൻ ക്യാമ്പസ് തൃക്കാക്കര ക്യാമ്പസിൽ പഠിക്കുമ്പോൾ അവന് സെലക്ഷനിൽ ഏറ്റവും ശ്രദ്ധിക്കാവുന്ന പ്രോഗ്രാംസ് ഇതാണ്. യുണീക്ക് കോഴ്സസ് 3 എണ്ണമാണ് നമുക്ക് കുസാറ്റിനെ. യുണീക്ക് എന്ന് പറയുമ്പോൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇല്ല, കേരളത്തിലെങ്ങും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. വളരെ റെയറായിട്ടൊക്കെ ഉള്ളൂ. ഇന്ത്യയിലാണെങ്കിൽ പോലും ഇപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യയിൽ പറയാവുന്ന മറ്റ് 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഒന്ന് മദ്രാസ് IIT ഓഷൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷൻ എഞ്ചിനീയറിംഗും, അതുപോലെ ഖരഗ്പൂർ IIT ആണ്. അപ്പോൾ ഈ 2 IIT മാത്രമേ ഉള്ളൂ ഈ പ്രോഗ്രാം. പിന്നെ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞാലും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കുസാറ്റാണ്. അവിടെ 100% പ്ലേസ്മെൻറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. റിസർച്ച് ഓറിയൻറ്റേഷൻ നന്നായിട്ട് അവിടെ പിള്ളേർക്ക് കിട്ടുന്നുണ്ട്. ഓഫ്ഷോർ പ്ലേസ്മെൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള നമുക്ക് ഷിപ്പ് ഡിസൈൻ, വെസൽസ് ഡിസൈൻ, പല രീതിയിലുള്ള ഷിപ്പുകളുണ്ടല്ലോ. ഓയിൽ വെസൽസ് ഉണ്ട്, അതുപോലെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഗ്യാസ്, അങ്ങനെ പല രീതിയിലുള്ള വെസൽസിൻ്റെ ഡിസൈനിങ് ആണ്. അതുപോലെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഡിസൈനിങ് ഒക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഉള്ള പ്രോഗ്രാം തന്നെയാണ്. തന്നെയുമല്ല, ഇത് വളരെ പഴയ ഒരു പ്രോഗ്രാം, 1974-75 കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ ജർമ്മൻ യൂണിവേഴ്സിറ്റി ആയിട്ട് അന്ന് ഒരു കൊളാബറേഷനിൽ, റോസ്റ്റോക്ക് യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു കൊളാബറേഷനിൽ ആരംഭിച്ചാണ്. നല്ല രീതിയിൽ പോകുന്നു. ഇപ്പോൾ ഇതിന് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേവൽ ആർക്കിടെക്ചർ അവരുടെ ഒരു അക്രഡിറ്റേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേൾഡിൽ തന്നെ അറിയുന്ന ഒരു കോഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് അപ്പോൾ കുട്ടികൾക്ക് ധൈര്യമായിട്ട് ചേരാം. ഒരുപാട് ഇൻടേക്കൊന്നുമില്ല. നമുക്ക് 7 സീറ്റ് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ നേവിക്കുണ്ട് അവിടെ. 2 NRI പോകും. പിന്നെ ഒരു 32-33 സീറ്റൊക്കെയാണ് നമുക്ക് ജനറൽ. ബാക്കി ജനറൽ എന്ന് പറയത്തില്ല, ബാക്കി മിച്ചം വരാം. ആകെ 44 സീറ്റാണ് ഉള്ളത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്പർ 1 യൂണീക്ക്. പക്ഷേ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പം ഇതിന് ശേഷം കിട്ടാവുന്ന പ്ലേസ്മെൻറ്റ് ഏത് മേഖലയാണെന്ന്, എവിടെയൊക്കെയാണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുള്ളൊരു ആപ്റ്റിറ്റ്യൂഡും അനുസരിച്ചുള്ളൊരു ആറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള, അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ആളുകളായിരിക്കണം. അപ്പോൾ അത് ചിലർ ഈ മേഖലയിൽ വളരെ പാഷനേറ്റ് ആയിട്ട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവർ വേണം സെലക്ട് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ഒരു പ്രോഗ്രാം എന്ന് നമുക്ക് പറയാവുന്നത് നമുക്ക് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ആണ്. നമുക്കറിയാം, നാഷണൽ ഫയർ സർവീസ് കോളേജ് നാഗ്പൂർ ഫയർ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ കുസാറ്റിൻ്റെ പ്രോഗ്രാം. ഇവിടെയും ഏകദേശം 100% പ്ലേസ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെയും നമുക്കറിയാം റിസ്ക് ഒക്കെ ഉണ്ട് പഠിക്കുമ്പോഴും ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴും. അപ്പോൾ ആ ഒരു ആപ്റ്റിറ്റ്യൂഡും ഒക്കെയുള്ള മൈൻഡ് സെറ്റൊക്കെയുള്ള ആളുകൾ വേണം ഇങ്ങോട്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. പിന്നെ അമേരിക്കൻ അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷനും ഒക്കെ, അവരുടെ സൊസൈറ്റിയുടെ സർട്ടിഫിക്കേഷനൊക്കെ ഈ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ക്ലിയർ ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വേൾഡ് വൈഡ് ആയിട്ടുള്ള ജോലി സാധ്യത ഉണ്ട്. തന്നെയുമല്ല, ഇതൊരു NBA ടയർ 1 ആയിട്ടാണ് നമ്മുടെ കുസാറ്റിലെ ഈ പ്രോഗ്രാമുകൾ എടുത്തിരിക്കുന്നത്. ടയർ 1 ആണ്. ആപ്പാടെ കേരളത്തിൽ ടയർ 1 ഉള്ളത് പിന്നെ നമ്മുടെ NIT കാലിക്കറ്റാണ് ടയർ 1 പ്രോഗ്രാമുകളുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേൾഡ് വൈഡ് NBA അക്രഡിറ്റേഷൻ അത്രയും ഉള്ളതുകൊണ്ട് വേൾഡ് വൈഡ് നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് ഉണ്ടാവും. പിന്നെ പൊതുവെ റിക്രൂട്ടേഴ്സിൻ്റെ ഇടയ്ക്ക് കുസാറ്റിന് നല്ലൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. പ്രധാന കാരണം പല കമ്പനികളിലെ R&D ഡിപ്പാർട്ട്മെൻറ്റിലെ കുസാറ്റിലെ റിസർച്ച് സ്കോളേഴ്സിന് കുസാറ്റിൽ നിന്ന് PhD ലഭിച്ചതോ അല്ലെങ്കിൽ കുസാറ്റി പഠിച്ചതിന് ശേഷം മറ്റ്
ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിലോ ഒക്കെ പഠിച്ച് അവിടെ നിന്നൊക്കെ റിസർച്ച് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്ലേസ്മെൻറ്റിന് ബുദ്ധിമുട്ടുകൾ അങ്ങനെ വരാറില്ല, പ്രത്യേകിച്ച് ഈ പറഞ്ഞ കോഴ്സുകൾക്ക്. മൂന്നാമതൊരു കോഴ്സ് പറയാവുന്നത് മറൈൻ എഞ്ചിനീയറിംഗ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. മറൈൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഈ ക്യാറ്റ് സ്കോറിൻ്റെ ബേസിലല്ല അഡ്മിഷൻ, ഈ ഒരു എക്സാമിൻ്റെ അടിസ്ഥാനത്തിലല്ല. ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് 4 ഇയർ പ്രോഗ്രാം തന്നെയാണ്. അതിന് എഴുതേണ്ടത് നമ്മുടെ IMUൻ്റെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കുസാറ്റിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ആ സ്കോർ വെച്ച് കുസാറ്റിലെ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം, കുസാറ്റിൽ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ബാക്കി എല്ലാ പ്രോസസ്സും കുസാറ്റിൽ കൂടെ തന്നെ നമ്മൾ പോകുന്നു. നമുക്ക് IMUൻ്റെ സ്കോർ വരുമ്പം ആ സ്കോർ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതും നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് ഉള്ളതാണ്. നമുക്കറിയാം ഇതൊക്കെ കുട്ടികൾ അവർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം പോകേണ്ട മേഖലകളാണ്. ചോദ്യവുമായി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഇപ്പം ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ, അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വരുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ ഒരു പക്ഷേ കീമിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള എൻട്രൻസ് എക്സാമുകളൊക്കെ അത്യാവശ്യം നല്ല റാങ്കുകളൊക്കെ നേടുന്ന വിദ്യാർത്ഥികളായിരിക്കും. അവർക്ക് പല ഓപ്ഷൻസ് കാണും. ഒരു പക്ഷേ NIT കാലിക്കറ്റിലെ ചില ഓപ്ഷൻസ് കാണും, അല്ലെങ്കിൽ കേരള എഞ്ചിനീയറിംഗിന് കീഴിലുള്ള പല കോഴ്സുകൾ കാണും. ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് കാണാം, അല്ലെങ്കിൽ EC കാണാം, സർക്യൂട്ട് ബ്രാഞ്ചുകൾ കാണാം. ഇതൊരു സൈഡിൽ നിൽക്കുന്നു, ഈ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചുകൾ ഒരു സൈഡിൽ നിൽക്കുന്നു. ഈ ഒരു കോഴ്സുകൾ തിരഞ്ഞെടുക്കും, അല്ലെ ഇങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുമ്പം ഇച്ചിരി അധികം സൂക്ഷിക്കണ്ടേ? അതായത് ഭാവി സെറ്റിൽ ചെയ്യാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ച് വേണ്ട ഇത് തിരഞ്ഞെടുക്കാൻ? തീർച്ചയായിട്ടും. കാരണം നമ്മളതിനകത്ത് ഏറ്റവും നമ്പർ 1 അല്ലെങ്കിൽ ഹോട്ട് കോഴ്സ് എന്ന് പറയാവുന്ന നേവൽ ആർക്കിടെക്ചർ ഷിപ്പ് ബിൽഡിംഗ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് പറഞ്ഞ IITസിലേ ഉള്ളൂ ഒരു ചാൻസ്. അല്ലെ പിന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോകണം, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി റിലേറ്റഡ് ആയിട്ടാകും, വിൻഡ് എനർജി, അങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെയാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ രാജ്യത്ത് ഉള്ള ഹയർ സ്റ്റഡീസ്, പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് ലെവലുള്ള പ്രോഗ്രാമുകൾ കുറവായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കണം. ഇനി കൂടുതൽ കുട്ടികളും അന്നേരം തന്നെ പ്ലേസ്മെൻറ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ എവിടെയാണ് ജോലി, ഏത് തരത്തിലുള്ള ജോലിയാണ്, നാട്ടിലൊരു സ്വന്തം വീടിനടുത്തൊരു ജോലി ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് കിട്ടാൻ പോകുന്നത്? ഓഫ്ഷോർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിസൈനിങ് ഒക്കെ താല്പര്യമായിരിക്കണം, ആ ഒരു കപ്പാസിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കണം. അതായത് ആദ്യം സൂചിപ്പിച്ച ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ എടുക്കാവുള്ളൂ. ഇപ്പം നമുക്കൊരു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ച് അവന് ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും ഒരുപോലെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവന് ഷിഫ്റ്റിങ് വളരെ പോസിബിളാണ്. അവന് അപ്സ്കിൽ ചെയ്യണമെങ്കിൽ അവനത് വളരെ ഈസി ആയിട്ട് നടക്കും. ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിലേക്ക് നമ്മൾ പോകുമ്പോൾ, ബ്രാഞ്ച് സ്പെസിഫിക് ആയിട്ടുള്ള മേഖലകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ഇന്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി ഒക്കെ ആകണമെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ അതിനകത്ത് പെയിൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് മനസ്സിലാക്കി ഇഷ്ടമാണെങ്കിൽ നല്ല ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും പോകണം. സാർ, നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഈ ഒരു യൂണീക് കോഴ്സുകളെ കുറിച്ച് തന്നെയാണ്. ബാക്കിയുള്ള പ്രധാനപ്പെട്ട ബിടെക് പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ്? അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളെ കുറിച്ചും എങ്ങനെ നമുക്കതിനെ വിലയിരുത്താൻ പറ്റും? ബാക്കി CS-ഉം അതർ സർക്യൂട്ട് ബ്രാഞ്ചസും. ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഓർഡർ എന്ന് പറയുകയാണെങ്കിലോ? CS IT ഫസ്റ്റ് റാങ്കിൽ വരുന്നു. നമ്മൾ ഇത്തവണത്തെ നമുക്ക് പറയാം AI ഡാറ്റാ സയൻസ് ഉണ്ട്. ഈ വർഷം 3-ാം സ്ഥാനമായിരിക്കും. ഒരു പക്ഷേ അടുത്ത വർഷങ്ങളിലേക്കൊക്കെ ടോപ്പിലേക്ക് വരാനുള്ള സാധ്യതകൾ കൊടുക്കാം. പിന്നെ EC, EEE ഇത്രയാണ് നമുക്ക് എടുത്തു പറയാവുന്ന. ബാക്കി ഉള്ളത് നമ്മൾ നമ്മുടെ കേരളത്തിലെ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ മാത്രമുള്ള പ്ലേസ്മെന്റുകളോ ഒന്നും അങ്ങനെ കാണുന്നില്ല. ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ടോപ്പ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് പറയാനുള്ളൂ. ഈ 5 ബ്രാഞ്ചുകൾ, ഇത്രയും ബ്രാഞ്ചുകളാണ് നമുക്ക് നല്ല രീതിയിൽ പ്ലേസ്മെന്റുകൾ കിട്ടിക്കാണുന്നത്. അപ്പോൾ അതാ പറയാം. പിന്നെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ പറയുമ്പോൾ അത് ചില അട്രാക്ഷൻസ് ഉണ്ട്. ഇൻ്റഗ്രേറ്റഡിൽ നമ്മൾ ഇപ്പം ഐസർ അല്ലെങ്കിൽ ഐസർ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ ചെയ്യുമ്പോൾ അവിടെ ആദ്യത്തെ 2 വർഷം, ഇപ്പോൾ ഐസറിലാണെങ്കിൽ ആദ്യത്തെ 2 വർഷം ബേസിക് എല്ലാ സയൻസ് ബ്രാഞ്ചസും പഠിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല, സ്പെസിഫിക് ആയിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ മാസമാണെങ്കിൽ മാസമാണ് ഫസ്റ്റ് ഇയർ, അതാണ് മേജറായിട്ട് എടുത്ത് ആദ്യത്തെ വർഷം തന്നെ പോകുന്നതുകൊണ്ട് എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അത് 3 ഇയർ കഴിയുമ്പോൾ ഡിഗ്രി, 4 ഇയർ കഴിയുമ്പോൾ ഓണേഴ്സും അല്ലെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അട്രാക്ഷനാണ്. കാരണം ഇനി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ IITയിലോ ഒരു ജാമൊക്കെ എഴുതി ഒക്കെ പോകാനോ അല്ലെങ്കിൽ അബ്രോഡ് പോയി പഠിക്കാനോ അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ
അതിനുള്ള ഒരു സാധ്യത, അത് ഇൻ്റഗ്രേറ്റഡ് MCA പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോലും ഈ പറയുന്ന എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രോഗ്രാമുകളും, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളെല്ലാം എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ള വലിയൊരു അട്രാക്ഷനാണ്. പിന്നെ അവിടുത്തെ പ്രോഗ്രാമുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, അവിടെ ഈ ഗ്രാജുവേറ്റ് ലെവലിലുള്ള അല്ലെങ്കിൽ UG ലെവലിലുള്ള പ്രോഗ്രാംസ് താമസിച്ച് ആരംഭിച്ചാണ്. അതിന് മുമ്പ് PhD അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ PG പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ അവിടുത്തെ ക്വാളിറ്റി കണ്ടന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫാക്കൽറ്റീസൊക്കെ വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളെ കുറിച്ച് നമുക്ക് നല്ല മറ്റൊരു സാധാരണ ഒരു കോളേജിൽ പഠിക്കുന്നതിലും എന്തുകൊണ്ട് എക്സ്പോഷർ വൈസും അക്കാദമിക് കണ്ടന്റിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നല്ലതാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. സാർ, അടുത്തൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ഏറ്റവും കൂടുതൽ താല്പര്യം ഒരുപക്ഷെ ഒരു കുറച്ച് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളോ അല്ലെങ്കിൽ കുറച്ചും കൂടി കൃത്യമായി പറഞ്ഞാൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളോ ആണ് വിദ്യാർത്ഥികളെല്ലാം കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഞാനൊരു ആവറേജ് വിദ്യാർത്ഥിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ആവറേജ് വിദ്യാർത്ഥി ഒരു VIT പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കുസാറ്റിലേക്ക് പഠിക്കാൻ പോകുന്നു. ആ ഒരു രീതിയിൽ വിലയിരുത്തുമ്പം കൊടുക്കേണ്ടി വരുന്ന ഫീസും അതുപോലെ തന്നെ കിട്ടുന്ന പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ആംഗിളിൽ ചിന്തിക്കുമ്പം ഏതായിരിക്കും ഒരു ആവറേജ് വിദ്യാർത്ഥിക്ക് നല്ലത്? ഒരു ആവറേജ് വിദ്യാർത്ഥി ഒരു ആവറേജ് പ്ലേസ്മെൻറ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, എസ്പെഷ്യലി സോഫ്റ്റ്വെയർ ഫീൽഡിൽ. നമ്മൾ ഈ പറഞ്ഞ യൂണീക്ക് കോഴ്സസ് അല്ലാതെ ആണെങ്കിൽ, ആവറേജ് ആയിട്ടുള്ള CS, EC അങ്ങനെ ഒരു സർക്യൂട്ട് ബ്രാഞ്ച് ആണെങ്കിൽ കുസാറ്റാണ് ബെറ്റർ. എന്തുകൊണ്ടായിരിക്കും കുസാറ്റ് വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ സാർ പറയാൻ കാരണം? വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ആവറേജ് സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ അക്കാഡമിക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യലും രണ്ടും കൂടെ ഞാൻ പരിഗണിച്ചിട്ടുണ്ട്. ആവറേജ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ ആവറേജ് അക്കാഡമിക് സ്റ്റാൻഡേർഡും. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് കോളേജുകളെക്കാളും ഫീസ് കൂടുതലാണെന്ന് പറഞ്ഞാലും സാറ് സൂചിപ്പിച്ച ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഒരു ഫീസ് സ്ട്രക്ചറിലേക്ക് ആണ് നമ്മൾ വരുന്നത്. പ്രത്യേകിച്ച് സ്റ്റേറ്റ് മെറിറ്റ് കിട്ടുകയാണെങ്കിൽ 50% സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ട്. പിന്നെ ഓൾ ഇന്ത്യ ബാക്കിയാണ് NRI വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു ആവറേജ് ഫാമിലിയെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാവുന്ന ഒരു ഫീസ് സ്ട്രക്ചറെ, അവിടെ ഒരു 20 ലക്ഷം 25 ലക്ഷം ഫീസ് വരുമ്പം ഇവിടെ വളരെ കുറഞ്ഞ ഫീസാണ് വരുന്നത് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞ കമ്പനികൾ നമ്മളിപ്പോൾ സർക്യൂട്ട് ബ്രാഞ്ചസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് സോഫ്റ്റ്വെയർ റിലേറ്റഡും കുറച്ച് ഹാർഡ്വെയർ ഒക്കെയാണ് കിട്ടുന്നത്. അത് ചില ഡീംഡ് ടു ബി ടോപ്പ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലെ അവരെടുത്ത് കാണിക്കുന്ന ചില പ്ലേസ്മെൻറ്റുകൾ, അത് ചില പ്രത്യേക കമ്പനികൾ അവിടെ വരുന്നതുകൊണ്ടാവാം, അങ്ങനെ ആവാം. പക്ഷേ IBM പോലെയുള്ള കമ്പനികൾ നമ്മുടെ കുസാറ്റിലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതല്ലാതെ ബാക്കിയുള്ള ആവറേജ് ലെവലിലുള്ളതെല്ലാം തന്നെ കുസാറ്റിൽ എത്താറുണ്ട്. അതുകൊണ്ട് ഒരു ആവറേജ് പ്ലേസ്മെൻറ്റിന് നല്ലതാവും. ജിയോഗ്രഫിക്കൽ ആക്സസിബിലിറ്റി പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതോട് നോക്കുക. ഫിനാൻഷ്യൽ ആണ് നോക്കുക. പിന്നെ ഹയർ സ്റ്റഡീസൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതെ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ. സാർ, ഒരു പക്ഷേ കുസാറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റിയോടെ ചോദിക്കുന്ന ഒന്നാണ് ഫോട്ടോണിക്സ്. ഒരുപക്ഷെ മറ്റ് യൂണിവേഴ്സിറ്റികളിലൊന്നും അത്ര പരിചയമില്ല, കേട്ടിട്ടില്ല എന്നതുകൊണ്ടായിരിക്കാം ഈ ഇൻ്റഗ്രേറ്റഡ് കാറ്റഗറിയിലുള്ള MSc ഫോട്ടോണിക്സിൻ്റെ ഒരു ഡിമാൻഡ്. ഇത് പഠിക്കുന്നവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? എന്താണ് ഇതിൻ്റെ ഒരു അവസരങ്ങൾ? കുസാറ്റിലെ ഒരു പഴയ കോഴ്സ് തന്നെയാണ് MSc ഫോട്ടോണിക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് പ്ലസ് ഒപ്റ്റിക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് രണ്ടുമാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്, ലേസർ വരുന്നുണ്ട്, ലേസർ ടെക്നിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം തിയറി, പിന്നെ റിസർച്ചിൻ്റെ കൂടുതൽ പ്രോജക്റ്റുകളൊക്കെ കുട്ടികൾ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. എക്സ്ട്രാ അധികം നല്ല രീതിയിൽ പ്രോജക്റ്റുകൾ ചെയ്യുന്നു. അപ്പോൾ ഒരു റിസർച്ച് ഓറിയൻറ്റേഷനാണ് മെയിനായിട്ടും ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ 20 സീറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 15 കുട്ടികളും അബ്രോഡ് റിസർച്ചിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ബാക്കി കുട്ടികളൊക്കെയാണ് സാധാരണ പ്ലേസ്മെൻറ്റുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റുകളും ഒപ്റ്റിക്സ് റിലേറ്റഡ് പ്ലേസ്മെൻറ്റുകളൊക്കെ അവർക്ക് കിട്ടാം. എങ്കിലും അവർക്ക് കിട്ടുന്നൊരു ഓറിയൻറ്റേഷൻ ഹയർ സ്റ്റഡീസിനുള്ളതാണ്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് പൊതുവെ ഇപ്പം കുറേ ഓണ്ടർപ്രണേഴ്സും ഒക്കെ അവിടുന്ന് വരുന്നുണ്ട്. അപ്പം കൂടുതലും ഈ ഒരു രീതിയിലാണ് കാണുന്നത്.
ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കുസാറ്റ് യൂണിവേഴ്സിറ്റി ചെന്നിരുന്നു. അവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ബിടെക് പ്രോഗ്രാമുകളിലെ ഡിപ്പാർട്ട്മെന്റുകളിലെ HOD-മാരായിട്ടും അധ്യാപകരുമായിട്ട് സംസാരിച്ചിരുന്നു. അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്റർവ്യൂ ബ്രില്യൻ പാല ജെയ് എന്നുള്ള യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. നിങ്ങൾ ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള വീഡിയോസ് യൂട്യൂബിൽ ലഭ്യമാണ്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക പ്രോഗ്രാമുകളെ കുറിച്ച്. കേരളത്തിലെ ഏറ്റവും ഡിമാൻഡിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് തന്നെയാണ് കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. മാതാപിതാക്കളും വിദ്യാർത്ഥികളുമെല്ലാം ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളിലും ഒന്നാം സ്ഥാനം കുസാറ്റിന് തന്നെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സെക്ഷനിലൂടെ വളരെ കൃത്യമായി നിങ്ങളിലേക്ക് മനസ്സിലാക്കി തരാനായിട്ട് ജോബി സാറിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.